അങ്ങനെ നമ്മുടെ ഭാസ്കരൻ ബീച്ചിൽ വെച്ച് മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ പോലീസുകാർ വന്ന് പൊക്കണുണ്ട്. പോലീസുകാർ പൊക്കണ സമയത്ത് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഭാസ്കരൻ. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനും സുധീഷും എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയോട് പ്രണയം പറയാൻ തുടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സുധീഷാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഓടി വരുന്നുണ്ട്. എല്ലാവരും കൂടി ചോദിക്കുന്ന സമയത്ത് ഇയാൾ മദ്യപിക്കുക, ഇവിടെ ബീച്ചിൽ പൊതുസ്ഥലത്ത് ഇരുന്ന് മദ്യപിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, അയ്യോ സാറേ ഇതെൻ്റെ അച്ഛനാ, ഇനി മേലെ ചെയ്യില്ല, ഞങ്ങൾ അറിയാതെ ചെയ്തതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് അച്ഛനും മക്കളും ആണെന്നൊക്കെ പറയുമ്പോൾ ഈ കുടുംബത്തോട് കൂടി വന്നിട്ടാണ് അങ്ങനെ മദ്യപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരനെ ചീത്ത പറഞ്ഞ് വിടുന്നുണ്ട്. ഭാസ്കരൻ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ മൂഡും നശിപ്പിക്കുന്നുണ്ട് ഭാസ്കരൻ. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ നികേഷ് പറഞ്ഞ ഇയാൾ കാരനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഇയാൾ വല്ല ആവശ്യമുണ്ടോ ഇയാൾക്ക് ബീച്ചിൽ കയറി മദ്യപിക്കും, ഞങ്ങളുടെ എല്ലാവരുടെ മൂഡ് ഇയാൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ആരാടാ എൻ്റെ വീട്ടിൽ കയറിയിട്ട് ശബ്ദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നികേഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഭാസ്കരൻ. പിന്നെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ ദ്രോഹമല്ലാതെ എന്നൊക്കെ പറയേണ്ട സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നത്, നിങ്ങൾക്ക് ബീച്ചിൽ വെച്ചിട്ട് പോലീസുകാരനോട് പറയായിരുന്നില്ല ഞാൻ ആരോ അല്ലാന്ന്, പിന്നെ നിങ്ങൾ എന്തിനാണ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭാസ്കരൻ. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, വേണ്ട വാ, അയാളോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ വാ നമുക്കൊക്കെ ഉള്ളിൽ പോകാൻ പറഞ്ഞിട്ട്, നിനക്കറിയാമല്ലോ അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോകുന്നു. ആ സമയത്ത് നിധി പറയുന്നത്, നിങ്ങളിങ്ങനെ ചെയ്യും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചു, നിങ്ങൾ എല്ലാവരോടൊപ്പം സന്തോഷമായി കഴിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്ത്, നിങ്ങളിനി ഞാൻ എങ്ങോട്ടും ഞാൻ വിളിക്കില്ല എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നത്, ഞാനും നിങ്ങളുടെ ഒപ്പം എങ്ങോട്ടും ഇല്ല എന്ന് പറയേണ്ടത്. എന്തായാലും നിധി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ നികേഷ് ഇരുന്ന് പഠിക്കുന്നുണ്ട്. നികേഷ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് അവിടെ വരുന്നുണ്ട്. സുധീഷിന് സ്കൂട്ടി കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്തായാലും സുധീഷ് സ്കൂട്ടി എടുത്ത് വീടിന് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല എഴുത്തി ഭ്രാന്ത് പിടിക്കുകയായിരിക്കും ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യണത്? ഒന്നുമില്ല, എനിക്ക് ബോറടിക്കുകയാണ്, അപ്പോൾ ഞാൻ എടുത്ത് സ്കൂട്ടി എടുത്ത് റൗണ്ട് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധീനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ലോ, നിനക്ക് ഈ വണ്ടി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനല്ലേ അറിയുള്ളൂ, നിനക്കൊരു പ്രാവശ്യമെങ്കിലും വണ്ടി ഓടിച്ച് കാണിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധീനെ വല്ലാതെ കളിയാക്കേണ്ട. ആ സമയത്ത് നിധി പറഞ്ഞിട്ട്, എന്നാൽ ഞാൻ ഓടിച്ച് കാണിക്കുക പറഞ്ഞിട്ട് നിധി വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് നിധിക്ക് പേടിയാവുന്നുണ്ട്. ആ സമയത്ത് സുധീഷിനോട് പറയുന്നത്, നിങ്ങളൊന്ന് ബാക്കിൽ കയറുമെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം, അവൻ വേഗം ബാക്കിൽ കയറി നിന്നിട്ട് സ്കൂട്ടിയൊക്കെ പഠിപ്പിക്കണം പോലെ അങ്ങനെ ഇരിക്കണം. അവനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട് നിധി സ്കൂട്ടിയുടെ ബാക്കിൽ കയറാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും സ്കൂട്ടിയൊക്കെ റൗണ്ട് ചെയ്തിട്ട് അവർ നിർത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയും നികേഷും കൂടി ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് നമ്മുടെ നിധിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നിനക്ക് 5 ആണുങ്ങളുടെ ഒപ്പമല്ല നീ കഴിയണത്, നിൻ്റെ സ്വഭാവം അത്രമാത്രം നന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നികേഷിനാണെങ്കിൽ ഇതൊട്ടും കേട്ട് സഹിക്കാൻ പറ്റില്ല. നികേഷ് അടിക്കാൻ പോകണ്ട. എന്നാലും നിധി തടഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഞാൻ അതെന്തായാലും സുധീഷേട്ടോട് പോയി പറയുന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ഇപ്പം തന്നെ ലൈസൻസ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്, നീ ഇതൊന്നും പോയി വീട്ടിൽ പറയണ്ടെന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട്. നീ എനിക്കൊരു വാക്ക് തരണം, വീട്ടിൽ പോയിട്ട് പറയില്ല, അവൻ എന്നെയല്ലേ പറഞ്ഞത്, കുഴപ്പമില്ല, അവനൊരു ഗുണ്ട, അവൻ എന്താച്ചാൽ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.